ലോലം വച്ചാർത്തിനൊക്കും പുരികുഴലഴകിൽ കേകി പിഞ്ചങ്ങളോടും നീലാഭം പൂവലങ്കം പരിചിനുടണിയും പീതകൗശേയമോടും ചാലേ ചെന്നിട്ടു കോപാംഗനയൊടു കളിവാക്കേവമോതും മുകുന്ദൻ പാലേ ലീലേ വസിക്കൻ മനസി സുഹൃതസന്താനവല്ലീ സുജില്ലീ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. നവമസ്കന്ധം 24-ാമത്തെ അധ്യായം അവലോകനം ചെയ്തു കൊണ്ടുവരുന്നു. വേഷം മാറി തുളസിയുടെ പാതിവൃത്യം ഭഞ്ജനം ചെയ്ത വിഷ്ണുവിനെ തുളസി ശപിക്കുന്ന ഭാഗങ്ങളാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. തുളസിയുടെ ശാപവും എന്തിനിപ്രകാരം ചെയ്തു എന്നുള്ള ചോദ്യവും കേട്ട മഹാവിഷ്ണു അവൾക്ക് മറുപടി പറയുന്ന ഭാഗങ്ങളാണ് നമുക്ക് അവലോകനം ചെയ്തു പോകേണ്ടത്. ഭഗവാനുവാച തവസ്ത്വയാ കൃതം ഭദ്രേ മദർത്ഥേ ഭാരതേ ചിരം ത്വദർത്ഥേ ശങ്കചൂഢശ്ചകാര സുചിരം തപ. നീ എന്നെ ഉദ്ദേശിച്ച് ഭാരതത്തിലെ ദീർഘദിവസം തപസ് ചെയ്തിരുന്നു. നിന്നെ ഉദ്ദേശിച്ച് ശങ്കചൂഢനും എന്നെ ഏറെ നാൾ തപസ് ചെയ്തിരുന്നു. നിന്നെ കാമിനിയായിക്കൊണ്ട് ആ നിമിഷം മുതൽ അവൻ ഇത്രയും കാലം വിഹരിച്ചു. നിന്റെ തപസ്സിന്റെ ഫലം നൽകാനുള്ള ഉചിതമായ സന്ദർഭം ഇതാണ്. നീ ഈ ശരീരം വെടിഞ്ഞ് ദിവ്യദേഹം സ്വീകരിച്ച് രമാസദൃശ്യമായി എന്നോടൊത്ത് ഇനി കഴിയണം. നിന്റെ ഈ ശരീരം പുണ്യഭൂമിയായ ഭാരതത്തിൽ ഗണ്ഡകി എന്ന വിശ്രുതമായ നദിയായി തീർന്ന് മനുഷ്യർക്ക് പുണ്യം നൽകട്ടെ. നിന്റെ കേശസമൂഹം പുണ്യവൃക്ഷമായി തീരും. തുളസി കേശത്തിൽ നിന്ന് ജനിച്ചതാകയാൽ ആ വൃക്ഷം തുളസി എന്ന് വിശ്രുതമാകും എന്നൊക്കെ അവിടെ ഭഗവാൻ പറയുകയാണ്. അപ്പോൾ ഈ ഗണ്ഡകി നദി എന്നൊക്കെ പറയണത്, ഇന്നിപ്പോൾ ഗണ്ഡകി നദിയെ ചക്രനദി എന്നും പേര് പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഗണ്ഡകി നദി തുളസി ആണ് ഗണ്ഡകി നദിയായിട്ട് ഒഴുകുന്നത് എന്ന് പറയുന്നു. 3 ലോകങ്ങളിലും ദേവപൂജയ്ക്കുള്ള പുഷ്പങ്ങളിൽ വെച്ച് അതിപ്രധാനം തുളസിയായിത്തീരും. സ്വർഗം, ഭൂമി, പാതാളം, ഗോലോകം എല്ലാ സ്ഥലത്തും എൻ്റെ സന്നിധിയിലും തുളസി ഉത്തമ വൃക്ഷവും സുന്ദരപുഷ്പവുമായിട്ട് നീ ഭവിക്കും. ഗോലോകം, വിരജ നദിയുടെ തീരം, രാസമണ്ഡലം, വൃന്ദാവനം, ഭാണ്ഡീരവനം, മനോഹരമായ ചന്ദനവനം മുതലായിട്ടുള്ള സ്ഥാനങ്ങളിലും മറ്റ് പുണ്യസ്ഥലങ്ങളിലും പുണ്യം നൽകിക്കൊണ്ട് വസിക്കാൻ നിനക്ക് ഇടവരും. തുളസിയുടെ ചുവട് പരമപവിത്രമായ സ്ഥാനമായിരിക്കും. അതിനാൽ അവിടം സർവ്വതീർത്ഥങ്ങളുടെയും പുണ്യപ്രദമായ അധിഷ്ഠാനമായും ഭവിക്കും. തുളസിയിൽ നിന്ന് വീഴുന്ന ദളങ്ങള് ശിരസിലേൽക്കാൻ വേണ്ടി സകല ദേവന്മാരും ഞാനും അതിൻ്റെ ചുവട്ടിൽ വസിക്കും. തുളസീദള തീർത്ഥം കൊണ്ട് ആരാണോ അഭിഷേകം ചെയ്യുന്നത് അവനാണ് സകല തീർത്ഥങ്ങളിലും സ്നാനം ചെയ്തവനും സകല യജ്ഞങ്ങളിലും ദീക്ഷ സ്വീകരിച്ചവനും. 1000 കുംഭങ്ങളിലെ സുധ അമൃതം കൊണ്ട് അഭിഷേകം ചെയ്താൽ ഹരിക്ക് എത്ര തൃപ്തി ഉണ്ടാകുമോ അത്രയും തൃപ്തി തുളസിയെ കൊണ്ട് അർച്ചിച്ചാൽ ഉണ്ടാകും. 10,000 ഗോക്കളെ ദാനം ചെയ്യുന്നത് കൊണ്ട് എന്ത് ഫലമാണോ ഒരുത്തിന് കിട്ടുക, ആ ഫലം കാർത്തിക മാസത്തിൽ തുളസീദളം ദാനം ചെയ്യുന്നത് കൊണ്ടുണ്ടാകും. മരണസമയത്ത് ആർക്കാണോ തുളസീജലം ലഭിക്കുന്നത് അവൻ സർവ്വപാപികളിൽ നിന്നും മുക്തമായി വിഷ്ണുലോകത്തിൽ പൂജിക്കപ്പെടും. ഇതിവിടെ എടുത്തു പറയേണ്ടതാണ്. കാരണം എല്ലാവരും കണ്ടിരിക്കും, നമ്മളുടെ ചടങ്ങുകളിൽ ആ അവസാന ശ്വാസം എടുക്കുന്ന സമയത്ത് തുളസീദളം വായിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. മാത്രമല്ല അപരക്രിയകൾ മരിച്ചതിന് ശേഷം ചെയ്യുമ്പോഴും എല്ലാവരും തുളസി ജലം ആ വായിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്.
കാരണം ആ തുളസീദളം അവസാന കാലത്ത് ലഭിക്കുന്നവർ മുക്തരായിട്ട് വിഷ്ണുലോകത്തിലേക്ക് പോകുമെന്ന് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഇവിടെ ആ തുളസിക്ക് കിട്ടിയതാണ് അതിന് കാരണം. ഭക്തിപൂർവം തുളസി ജലം നിത്യവും സേവിക്കുന്ന മനുഷ്യൻ 1,00,000 അശ്വമേധം ചെയ്താലുണ്ടാകുന്ന പുണ്യം അവന് കിട്ടും. അതാണ് അമ്പലങ്ങളിലൊക്കെ പോയാൽ, എവിടെ പോയാലും പൂജയൊക്കെ കഴിഞ്ഞാൽ ആ തുളസി തീർത്ഥം എല്ലാവർക്കും കൊടുക്കാറ് പതിവുണ്ടല്ലോ. തുളസി തീർത്ഥം, തുളസി ദളം എല്ലാം കൊടുക്കാറ് പതിവുണ്ട്. ഭാഗവതത്തിലും മാഹാത്മ്യത്തിൻ്റെ അവസാനത്തെ 6-ാമത്തെ അധ്യായത്തിൽ, ഭാഗവത മഹാപുരാണത്തിലെ മാഹാത്മ്യത്തിൻ്റെ അവസാനത്തെ 6-ാമത്തെ അധ്യായത്തിൽ ശ്രീമദ് ഭാഗവത സമർപ്പണം ഓരോ ദിവസം കഴിഞ്ഞാലും 7-ാമത്തെ ദിവസം സമ്പൂർണ്ണ സമർപ്പണമായാലും എന്താണ് പ്രസാദമായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതിന് അവിടെ പറയുന്നുണ്ട്. തുളസീദളം പ്രസാദമായിട്ട് കൊടുക്കണം എന്നാണ് പറയണത്. തുളസീദളം അതാണ് ദിവസവും സപ്താഹം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ആ ഭഗവാനെ അർച്ചന ചെയ്ത തുളസീദളം പുഷ്പങ്ങളെ കയ്യിൽ വയ്ക്കും. അപ്പോൾ അത് അവർക്ക് പ്രസാദമായിട്ട് കൊടുക്കും. ബാക്കി ഉണ്ടാക്കുന്ന നൈവേദ്യം, പായസം, അപ്പം മുതലായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്, ഇല്ലാന്നില്ല. അതൊക്കെ കഴിക്കാനുള്ള പ്രസാദങ്ങളാണ് ഭഗവാന് നിവേദിച്ചത്. പക്ഷേ ആചാര്യനിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള പ്രസാദമാണ് ഈ തുളസീദളം എന്നുള്ളത്. കാരണം അതാണ് അവിടെയും പുണ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചതായിട്ടുള്ള തുളസീദളം പ്രസാദമായിട്ട് കൊടുക്കുക, അത് ഏറ്റവും പുണ്യമാണ് എന്ന് പറയുകയാണ്. തുളസി കയ്യിലെടുത്തുകൊണ്ടോ ദേഹത്ത് ധരിച്ചുകൊണ്ടോ തീർത്ഥസ്ഥാനങ്ങളിൽ പ്രാണൻ ത്യജിക്കുന്ന മനുഷ്യൻ വിഷ്ണുലോകം പ്രാപിക്കുമെന്നുള്ളതിന് സംശയമില്ല. തുളസി തണ്ട് കൊണ്ടുണ്ടാക്കിയ മാല ധരിക്കുന്ന മനുഷ്യന് ഓരോ പദം വയ്ക്കുമ്പോഴും അശ്വമേധത്തിന് നിശ്ചയിച്ചിരിക്കുന്ന ഫലം എന്തോ അത് ലഭിക്കും. അതുകൊണ്ടാണ് തുളസി മാലയെല്ലാം വളരെയധികം നമ്മൾ ധരിക്കുന്നത്. തുളസിമാല ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന വ്രതമെടുക്കുമ്പോഴൊക്കെ തുളസിമാല ധരിക്കുന്നുണ്ട്. മന്ത്രജപങ്ങൾക്ക് തുളസിമണി കെട്ടിയ മാല, ഇപ്പോൾ നാരായണ നാമജപം ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്രകാരമാണോ ശിവനാമം ജപിക്കുന്ന സമയത്ത് കയ്യിൽ രുദ്രാക്ഷമാല വെച്ചുകൊണ്ട് ജപിക്കുന്നത്, അതേമാതിരി തന്നെ ഇനിയിപ്പോൾ വരുന്നുണ്ട് രുദ്രാക്ഷത്തിൻ്റെ മാഹാത്മ്യവും വരുന്നുണ്ട് ശ്രീ ദേവി ഭാഗവതത്തിൽ. അപ്പോൾ അതിനെപ്പറ്റി ദീർഘമായിട്ട് പറയാം. അപ്പം ഈ തുളസി മാല വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. തുളസിയെ കൊണ്ടുള്ള മാല അത് വെച്ച് നാമജപം ചെയ്യുന്നതെല്ലാം വളരെ പുണ്യമാണ് എന്ന് പറഞ്ഞു. തുളസി കയ്യിലെടുത്ത് ശപഥം ചെയ്തിട്ട് അത് പാലിക്കാത്തവൻ ആദിത്യചന്ദ്രന്മാരുള്ള കാലത്തോളം കാളസത്സൂത്രവനത്തിൽ കിടന്ന് നരകിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു ദാനം ധർമ്മമൊക്കെ ചെയ്യുമ്പോൾ സങ്കല്പം തുളസീദളം കയ്യിലെടുത്തിട്ടാണ്. മഹാവിഷ്ണുവിനെ 3 അടി മണ്ണ് അങ്ങയുടെ കാലുകൊണ്ട് അളന്നെടുക്കാമെന്ന് മഹാബലി ദാനം ചെയ്തത് ആ തുളസി ദളം കയ്യിലെടുത്ത് അതിൽ വിന്ധ്യാവലി ഭാര്യ ഒഴിച്ചു കൊടുത്ത തീർത്ഥം അത് കയ്യിൽ വെച്ചാണല്ലോ സത്യം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തുളസീദളം കയ്യിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന സത്യം അത് പാലിക്കുക തന്നെ വേണം എന്ന് പറയുക. അല്ലെങ്കിൽ കാളസൂത്ര നരകത്തിൽ പതിക്കേണ്ടി വരും. അതേമാതിരി തുളസി കയ്യിലെടുത്ത് കള്ളശപഥം ചെയ്യുന്ന മനുഷ്യന് ഒരു കൽപ്പം മുഴുവൻ കുംഭിഭാഗം എന്ന് പറഞ്ഞതായിട്ടുള്ള ആ നരകത്തിൽ കിടക്കേണ്ടി വരും. മരണസമയത്ത് തുളസി ജലം കണികയെങ്കിലും ലഭിക്കുന്നവന് നിർമ്മിതമായ വിമാനത്തിലേറി വൈകുണ്ഠത്തിലെത്താൻ കഴിയും. വെളുത്തവാവിലും കറുത്തവാവിലും ദ്വാദശിയിലും സംക്രമദിനങ്ങളിലും രാത്രിയിലും സന്ധ്യയ്ക്കും എണ്ണ തേച്ചുകൊണ്ടും കുളിക്കാതെ കണ്ടും അശുചിയായിട്ടും മറ്റും ആരാണോ തുളസീദളം തുളസിയിൽ നിന്നും മുറിച്ചെടുക്കുന്നത് അവർ ശ്രീഹരിയുടെ ശിരസ് ഛേദിക്കുന്നവരാണ് എന്ന് പറയാണ്. ഇതൊന്നും കേട്ടാൽ ഇതൊക്കെ പേടി വരും. കാരണം നമ്മളിതൊന്നും നോക്കാറില്ല. തുളസിപ്പൂവ് പൂജയ്ക്കായിട്ടോ അർച്ചനയ്ക്കായിട്ടോ മാലയ്ക്കായിട്ടോ ഒക്കെ തുളസിപ്പൂ നമ്മൾ കൊണ്ടുവരാറുണ്ട്. ആ സമയത്ത് ഇതൊന്നും നമ്മൾ നോക്കാറില്ല. പക്ഷെ ഇവിടെ ദിവ്യഭാഗവതത്തിൽ പറഞ്ഞാണ് അതെല്ലാം പറയുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ ആ തുളസിയുടെ മഹാത്മ്യത്തിനെ അവിടെ
പറഞ്ഞുകൊണ്ട് പോകുന്നു. ബാക്കി ഭാഗങ്ങളെ നാളെ പറയാം. ശ്രീ ഹരയേ നമ, ശ്രീ മഹാദേവ്യേ നമ, മഹാലക്ഷ്മി നമ.